കാര്യം നമ്മളെ ഒന്ന് ആക്കി പറഞ്ഞ കമൻ്റ് ആണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് അറിയണമല്ലോ. ഇത്രയും ഭാഗമാണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും എൻ്റെ പെയിൻ തിക്നെസ് ആ ഒരു മീറ്റർ വെച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊരു കാരണമായല്ലോ. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ടോപ്പിലുള്ള മൈക്രോൺസിൻ്റെ ഒരു ലെവലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപെയിൻറ്റോ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് 100, 117, 119, 120 ആ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ പൊടിയുടെ ഒക്കെ ആ ഒരു മൈക്രോൺസും കൂടെ അതിനകത്ത് അധികം കാണിക്കും. ഒരു 100 ശരിക്കും ആവറേജ് വരിക. അപ്പം നമുക്കിനി ആക്സിഡൻ്റ് ആയ ഭാഗത്തൊന്ന് വെച്ച് നോക്കാം എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് കേട്ടോ. ഈ ഭാഗം ആ പുട്ടി കയറിയ ഭാഗമാണ്. ഇത്രയും മൈക്രോൺസ് ഡിഫറൻസ് 1000 സംതിങ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന ഏരിയയിലെല്ലാം കണ്ടോ 254 മൈക്രോൺസ്, പിന്നെ 265 അങ്ങനെ. അത് നമുക്ക് ഒരു നോർമൽ ഒരാൾക്ക് തന്നെ നമുക്ക് ഈ ആക്സിഡൻറ്റിൽ അതല്ലെങ്കിൽ റീപ്ലേസോ റീപെയിൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു മെറ്റീരിയലും കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മെഷീനും കൊണ്ട് അറിയാൻ സാധിക്കും. ഓരോ കോർണറിൽ എഡ്ജ് ഭാഗമൊക്കെ വരുന്നിടത്ത് തിക്നെസ് കൂട്ടി പുട്ടി ഇട്ടിട്ടുണ്ട്. പുട്ടിയുടെ ലെവൽ എത്രത്തോളം കൂട്ടുന്നോ അതനുസരിച്ച് നമുക്ക് റീഡിങ്ങിൽ വ്യത്യാസം മനസ്സിലാവും. നോർമൽ ഒരു വാഹനമാണെങ്കിൽ വണ്ടിയുടെ ഫുൾ 360 ഡയറക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്തും ഈ രീതിയിൽ 119, 120 വരുള്ളൂ. പിന്നെ ചില വാഹനങ്ങളുണ്ട്, അതായത് സ്കോഡ, വോക്സ് വാഗൻ, പിന്നെ പ്രീമിയം വാഹനങ്ങളിലൊക്കെ ചിലപ്പോൾ ആ ഒരു 100 സംതിങ് എന്നുള്ളത് 200 വരെയൊക്കെ ആവാം. ടൊയോട്ടേൻ്റെ ഹൈ റൈഡർ വാഹനങ്ങളിലെല്ലാം കുറച്ച് കൂടുതൽ തിക്നെസ് കാണിക്കാറുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയല്ലോ. നമ്മുടെ വണ്ടിയിൽ റീപെയിൻറ്റ് ചെക്ക് ചെയ്യുന്നത് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ക്ലിയറായി മനസ്സിലായി.